രാജിക്ക് സന്നദ്ധനല്ലെന്ന സൂചന നേതൃത്വത്തിന് കൈമാറി രാഹുൽ മാങ്കൂട്ടത്തിൽ. തനിക്ക് പറയാനുള്ളത് കേൾക്കണമെന്നാണ് രാഹുലിന്റെ ആവശ്യം. രാഹുലിന്റെ വിശദീകരണം നേതൃത്വം കേൾക്കും. കോൺഗ്രസ് രാഷ്ട്രീയകാര്യ സമിതി ഓൺലൈനായി യോഗം ചേരും. യോഗം എപ്പോൾ ചേരുമെന്നതിൽ അന്തിമ ധാരണയായില്ല. ഷൈജുവും കെ ആർ സാജുവും ചേരുന്നുണ്ട്. ആദ്യം ഷൈജുവിലേക്ക്. ഷൈജു, ഈ ഓൺലൈനായി രാഷ്ട്രീയകാര്യ സമിതി ചേരും എന്നുള്ള വിവരം ലഭിക്കുന്നു. നേരത്തെ മാങ്കൂട്ടത്തിൽ അവിടെ നിന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ച ശേഷം എങ്ങോട്ടോ തിരിച്ചിരുന്നു. അത് തിരിച്ച് അടൂരിലേക്ക് തന്നെ ആ വണ്ടി തിരിച്ചു പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ യോഗം ചേരാനുള്ള തീരുമാനമെടുത്തതിനാലാണോ തിരിച്ചു പോകുന്നത്? തിരിച്ച് അടൂരിലെ വീട്ടിലെത്തിയോ രാഹുൽ മാങ്കൂട്ടത്തിൽ? ധന്യ, ഈ വാർത്താ സമ്മേളനം, അതായത് മാധ്യമങ്ങളെ അദ്ദേഹം കണ്ടതിന് ശേഷം അകത്തേക്ക് കയറി കഥകടച്ചുപോയി. അതിനുശേഷം ഒരു 15 മിനിറ്റിന് ശേഷമാണ് അദ്ദേഹം പുറത്തു വന്നത്. ആ സമയത്ത് അദ്ദേഹം ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വരികയും ചെയ്തിരുന്നു. അദ്ദേഹം പുറത്തു വന്നതിന് ശേഷം തിരിച്ചുകൊണ്ട് മാധ്യമങ്ങൾ ആവർത്തിച്ച് ചോദ്യങ്ങൾ ചോദിച്ചെങ്കിലും തിരിച്ചുകൊണ്ട് കാറിൽ കയറി മടങ്ങുകയായിരുന്നു. മാധ്യമങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തെ പിന്തുടർന്ന് കൊട്ടാരക്കര കഴിഞ്ഞ് വാളകം ഭാഗത്തെത്തിയതിനു ശേഷമാണ് അദ്ദേഹം തിരികെ മടങ്ങിയത്. എന്തുകൊണ്ടാണ് അദ്ദേഹം തിരികെ മടങ്ങിയത് എന്നത് സംബന്ധിച്ചൊരു വ്യക്തതയില്ല. കാരണം ധന്യ പറഞ്ഞതുപോലെ കോൺഗ്രസ് നേതാക്കന്മാർ ആരെങ്കിലും ഇടപെട്ടിട്ട് അദ്ദേഹം മടങ്ങിയതാണോ, യോഗം നിശ്ചയിച്ചത് കൊണ്ട് മടങ്ങിയതാണോ എന്നെ സംബന്ധിച്ചൊരു വ്യക്തതയില്ല. അല്പസമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം ഈ അടൂരിലുള്ള ഈ നെല്ലിമുകളിലെ വീട്ടിൽ എത്തിച്ചേരുകയും ചെയ്തു. ഇപ്പോൾ അദ്ദേഹം അതുപോലെ വീട്ടിൽ എത്തി. ആ വീടിനകത്താണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഉള്ളത്. തനിക്ക് പറയാനുള്ളത് കൂടി കേൾക്കണം. താൻ കോൺഗ്രസ് പ്രവർത്തകർക്ക് തലകുനിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഒരുക്കില്ല എന്നും താൻ പാർട്ടിക്ക് അതീതനല്ല എന്നുമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്റെ വിശദീകരണം കേൾക്കണമെന്ന് പാർട്ടി നേതൃത്വത്തോട് പറയുന്നതിന് സമാനമായി അദ്ദേഹം മാധ്യമങ്ങളോട് പറയുന്ന ഒരു രീതിയായിരുന്നു. തന്റെ ഭാഗം കൂടി കേട്ട് വിചാരണ നടത്തണം എന്ന് മാധ്യമങ്ങളോട് പറയുന്നത് അത് പാർട്ടി നേതാക്കളോട് കൂടി പറയുന്നതാണ് എന്ന് വ്യാഖ്യാനിക്കേണ്ടി വരും. ആ അർത്ഥത്തിലുള്ള ഒരു പ്രതികരണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായി. അതിനുശേഷമാണ് അദ്ദേഹം ഈ മാധ്യമങ്ങളെ അല്പം ചിന്തിച്ചതിന് ശേഷം മടങ്ങിയെത്തിയത്. ഈ മടങ്ങിയെത്തിയത് മാധ്യമങ്ങൾ ചുറ്റിച്ചതാണോ അതല്ല നേതാക്കന്മാർ ഇടപെട്ടതിന് ശേഷം തിരികെ എത്തിയതാണോ എന്നത് വ്യക്തതയില്ല. ഏതായാലും അല്പസമയങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അടൂരിലെ നെല്ലിമുകളിലെ വീട്ടിൽ തിരികെ എത്തിയിട്ടുണ്ട്. ധന്യ. ശരി.